സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓട്ടംതുള്ളിലോ പാട്ട് പാടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഒരു പെർഫോമർ എന്നുള്ളൊരു കാര്യത്തിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അവിടെ തൊട്ട് തന്നെയാണ്. 10-12 വയസ്സൊക്കെ ആയപ്പോഴാണ് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ പള്ളിയിൽ പോലും പള്ളിയിൽ പാട്ടുകൾ കേൾക്കലും അവിടുത്തെ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു രീതികളും മൊത്തം ആ ഒരു കൂട്ടായ്മയും റിച്വലൊക്കെ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു കൗതുകം ഉണ്ടാവണം. അതിൻ്റെ പുറകെ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വർഷം തൃശ്ശൂർ ഞാൻ ഒരു സെമിനാരിൽ പോയി. പള്ളിയിൽ അച്ഛനാവാനായിട്ടുള്ള ഒരു ശ്രമം. ചില ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ വെച്ചിട്ടാണ്. യേശു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ചില ആളുകൾ ചില സംഭവങ്ങൾ എന്നൊക്കെ പറയണത് ആ ഇമേജസൊക്കെ മനസ്സിലാവുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അത് ഒരു വർഷമേ നീണ്ടു നിന്നുള്ളൂ. അപ്പോഴേക്കും അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി, വയ്യാണ്ടായി. 2 കൂട്ടർക്കും മടുത്തു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് അതേപോലെ തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അത് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ തന്നെയും ഇറങ്ങിപ്പോയ സമയത്ത് എന്തൊക്കെയോ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സമൂഹം എങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് കാണുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രൂപം മാറുന്നു, നമ്മുടെ വേഷം മാറുന്നു, പെരുമാറ്റ രീതി മാറുന്നു, നമുക്കതുവരെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അവർ മാറിപ്പോകുന്നു, നമുക്കല്ലാത്ത തരത്തിലുള്ള കുറച്ച് ആളുകളായിട്ട് ബന്ധം വരുന്നു, നമ്മളൊന്ന് ഒതുങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ഉൾവലിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഞാനിവിടെ അടുത്ത് തന്നെയുള്ളൊരു പള്ളിയിൽ പോയിട്ട് അവിടെ ഒരു സഹായിയായിട്ട് കൂടുകയാണ് ചെയ്തത് 2 വർഷത്തോളം. അപ്പോൾ ആ 2 വർഷം പള്ളിയിലാണ് താമസിക്കുന്നത്. അവിടെ നമ്മൾ കുർബാനയ്ക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പള്ളിയിൽ വേണ്ട മറ്റ് ചടങ്ങുകളോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു സഹായിയായിട്ട് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ അവിടെ കുർബാനയ്ക്ക് നമ്മളൊരു ശുശ്രൂഷയാകുന്നു. മാമോദീസയോ മരണാനന്തര ചടങ്ങുകളോ എന്താണെങ്കിലും അവിടെയൊക്കെ പാട്ടുമായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ആ പാടി കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ പോയി. പ്രൈവറ്റായിട്ടായിരുന്നു പ്രീ ഡിഗ്രി പഠിച്ചത്. അങ്ങനെ പ്രീ ഡിഗ്രി പഠനം നടന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പാട്ടിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു, ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് ഒരു വേറൊരു മേഖലയിലൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത്. സാധന എന്നത് വിവിധ ശേഷികളുള്ള വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ളവരുടെ ഒരു കലായോഗമാണ്. കഴിഞ്ഞ 3 വർഷമായി ചെറുതും വലുതുമായ നാടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവർ. ഒരു ബസ്സിന് കഥാപാത്രവും രംഗവേദിയുമാക്കി ഇവർ രൂപം കൊടുത്ത ഓടിച്ചോടിച്ച് എന്ന നാടകം ബസ് ഓടിയെത്തുന്ന പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളെ ആകെയും ക്രിയാവേദിയാക്കുന്ന ഒരു ബൃഹത് ശില്പമാണ്. നാടകം പോലെയോ നാടകത്തിൻ്റെ അംശം പോലെയോ വിനിമയ സാധ്യത അന്വേഷിക്കുന്നതാണ് സാധന രൂപം നൽകിയ ഊരാളി എന്ന മ്യൂസിക് ബാൻഡ്. ഊരാളിയപ്പോൾ നമുക്ക് കുറേ കൂടി ആളുകളോട് നേരിട്ട് ഇടപെടാനായിട്ടുള്ളൊരു സ്പേസ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ബസ് നാടകത്തിൽ നിന്നും അതിങ്ങനെ അരിച്ചെടുത്തിട്ട് കടന്നു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഊരാളി. കുറേ കൂടി നമുക്ക് വലിയ കെട്ടുപാടൊന്നുമില്ലാണ്ട് നമുക്ക് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ളൊരു ഒരു രീതിയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. പബ്ലിക് സ്പേസിലേക്ക് പോവുക, ട്രെയിന്, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ആളുകളോടൊരു ബന്ധം ഉണ്ടാക്കുക, നമ്മളെ സ്പ്രെഡ് ചെയ്യുക. മലയാളി നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയട്ടെ ഞാൻ വളർത്തുദോഷം വീട്ടിൽ കിട്ടിയ ശീലം നാട്ടിൽ കാട്ടണ കാലം കാട്ടിക്കൂട്ടണ കോലം കണ്ടോലറയ്ക്കും കാര്യം പുറമേ നാടിക്കും മാന്യൻ അകമൊരു കുപ്പത്തൊട്ടി മലയാളി നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയട്ടെ ഞാൻ. മറ്റുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ 2002 ഡ്രാമ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ചിലാണ് പഠിച്ചിട്ടുള്ളത്. വന്ന് നോക്കുന്നത് നമ്മൾ ഏകദേശം ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാർ നിലയ്ക്ക് തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്ത് പോകും, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈനൽ ഇയറൊക്കെ ആയ സമയത്ത് നമ്മൾ ആക്ടേഴ്സായിരുന്നു, ആക്ടിങ് ഓപ്ഷൻ എടുത്തിരുന്നത്. ഞാനും മറ്റൊരു ആക്ടിങ് ഓപ്ഷൻ എടുത്തിരുന്നു. അപ്പോൾ അത് ആക്ടേഴ്സ് തമ്മിലൊരു ബന്ധം. പിന്നെ ആക്ടേഴ്സിൻ്റെ തന്നെ സാധാരണ എവിടെ നമ്മൾ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള ക്രിയേറ്റീവായി ഉണ്ടായി വന്നിട്ടുള്ള ഗ്രൂപ്പിൽ ആണ് ഞങ്ങൾ 2 പേരും ഉണ്ടായിട്ടുള്ളത്. എലിയസ് കോഹനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ആൾ. എലിയസ് കോഹൻ വന്നിട്ട് ആഫ്റ്റർ ദ സൈലൻസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മനോജാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഐഡിയ ഒക്കെ ഇട്ടണമെന്ന് ബോർഹസിൻ്റെ കഥയൊക്കെ ഇട്ട് ഇംഗ്ലീഷ് വെച്ചിട്ട് സാധനം ചെയ്തിട്ട് സ്ക്രിപ്റ്റായിട്ട് മാറ്റിയത് ഞാനാണ്. പക്ഷേ അത് ട്രാൻസ്ലേഷൻ അന്ന് ശരിക്കും പറഞ്ഞാൽ വേറെ തരത്തിലുള്ള ട്രാൻസ്ലേഷനാണ് നടന്നിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ വീണ്ടും സാധന ആയിട്ട് അതന്നെ വീണ്ടും ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ അതിൻ്റെ രീതി മാറി. അപ്പോൾ അങ്ങനെ അന്ന് നോക്കുന്നത് നമ്മളെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. മെയിൻലി ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഞാൻ ബാംഗ്ലൂരായാലും കേരളത്തിലായാലും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഷോർട്ട് ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. അപ്പോൾ ഒരു ലൈവായിട്ട് ഒരു പെർഫോമൻസ് സ്പേസിലേക്ക് വരണമെന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിലെ പാട്ടുകളും ഒക്കെ നിർമ്മിക്കുന്നത് ബന്ധപ്പെട്ട് പയ്യെ എന്തുകൊണ്ടൊരു ബാൻഡ് ആയിക്കൂടാന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഊരാളി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. നമുക്ക് ആക്ച്വലി ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഒരു പൊളിറ്റിക്കൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ജനറലി സൊസൈറ്റിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ മ്യൂസിക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നൊക്കെ കൂടെയാണ് ഊരാളി എന്നൊരു പേര് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഊരാളി ഹൈലി പൊളിറ്റിക്കലാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മാധ്യമം മാത്രമാണ് ഈ സംഗീതം അല്ലെങ്കിൽ ഊരാളി എന്ന് മാത്രം വിശ്വസിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ അതുപോലെ സ്ട്രീറ്റിൽ പ്രചരണത്തിന് വേണ്ടി നമ്മൾ പോയി പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ നമ്മളെ നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും കുറേ ആളുകളുടെ മനസ്സെങ്ങനെയാണെന്നും അവർ എത്രത്തോളം ഇത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമുക്ക് അവരെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അവർക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, നമ്മുടെ കുറേ കാര്യങ്ങൾ അവരോടായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് ഊരാളീനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നാടക പ്രവർത്തനവും സാമൂഹ്യ ജീവിതവും പരസ്പര പൂരകമാവുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് മാർട്ടിൻ കണ്ടെത്തുന്നു. കലയിലും ജീവിതത്തിലും വിധ്വംസകമായ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ മേഖലയിലും നടക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങൾ അവ നാടകത്തിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, ബൗദ്ധിക രംഗത്താകട്ടെ പൊതുവായ മുന്നേറ്റങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല. അതിനു കുറുകെ സഞ്ചരിക്കുകയാണ് തൻ്റെ സാഹസികമായ തിയേറ്റർ പ്രയോഗങ്ങളിലൂടെ മാർട്ടിൻ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ വിക്ഷുബ്ധമായ ലാറ്റിൻ അമേരിക്കൻ സമൂഹത്തിൻ്റെയും കലയുടെയും നേർക്കാഴ്ചകൾ ഈ നാടകക്കാരൻ്റെ സർഗപ്രജ്ഞയെ വിധായകമായി സ്വാധീനിക്കുന്നു. അത് ചിലപ്പോൾ പള്ളിയിലച്ഛനൊക്കെ കാണാനായിട്ട് വരുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പള്ളിമേടയിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ ഇവരുടെ കണ്ണിൽ പെടുന്ന ഒരാൾ ഞാനാവാം, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ പെടുന്നത് ഇവരാവാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവരുടെ അടുത്തേക്ക് ചെല്ലുമോ, ഇവരോട് ചോദിക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഇവർ വരണേ എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഇവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് ഒരാളില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ആ സമയത്ത് അവർ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇവർ പറയണത് കേൾക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ കുറേ ഞാനിങ്ങനെ എഴുതി നോക്കി, അവിടെ നിന്നുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെറിയ നാടകങ്ങൾ എഴുതി നോക്കി. അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ആയിട്ട് ചേർന്ന നാടകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, പള്ളിയിലത്തെ സംഘടനയിലൊക്കെ ആക്റ്റീവായി തുടങ്ങി. പക്ഷെ അതും അത് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം മുന്നോട്ട് പോയുള്ളൂ. അപ്പോഴേക്കും വേറൊരു തരം ഇതിൻ്റെയൊക്കെ ഒരു പൊള്ളത്തരം അത് അവിടെ നിന്ന് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വിശ്വാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ എങ്ങനെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിൽ ഇവർക്ക് ഒട്ടുമില്ലാത്ത ദൈവികതയും ഒട്ടുമില്ലാത്ത മാനുഷികതയൊക്കെയാണ് എന്നെ വല്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങിയത് ചില സമയത്ത്. അത് ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ തന്നെ ആയിരിക്കാം, അത് നമ്മളങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, എല്ലാവരും അങ്ങനെയാണെന്ന് പറയല്ല ഒരിക്കലും. പക്ഷേ അതിനോടൊക്കെ ഒരു വിയോജിപ്പ് ഉണ്ടായി തുടങ്ങി. ചിലപ്പോൾ പ്രായത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ തന്നെ ആയിരിക്കാം. യോജിപ്പില്ലായ്മ തുടങ്ങിയോടുകൂടി തന്നെ അതിനെ ഈ വർക്കുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. കേരളത്തിലെ മുഴുവൻ ഭൂസ്ഥലികളും പ്രകൃതിയും ആകാശവും അടങ്ങുന്നതാണ് മാർട്ടിൻ ജോണിൻ്റെ അരങ്ങ് സങ്കല്പം. ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയാനുഷ്ഠാനങ്ങളിലുമൊക്കെ നാടകമുണ്ട്, പ്രച്ഛന്നമായ ഹിംസാത്മകതയുണ്ട്. അതുകൊണ്ട് തന്നെ നാടക കലാകാരന് തൻ്റെ മാധ്യമത്തിൻ്റെ കണ്ണാടി അതിനെതിരെ പിടിക്കേണ്ട കാര്യമേയുള്ളൂ. നാടകം സ്വയം സംഭവിച്ചുകൊള്ളും. അതായത് ഈ വ്യവസ്ഥിതിയോടുള്ള ഒരു എതിർപ്പുണ്ട്. ഇത് കാര്യങ്ങൾ ഈ നിലവിലുള്ള നമ്മളുടെ വിഭവശേഷി ഉപയോഗിച്ച് അത് ഏത് തലത്തിലാണെങ്കിലും എത്രയോ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ അതല്ലാതെ എന്തെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അങ്ങനെയാണെന്നിരിക്കെ തന്നെ അതൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ ഉൾപ്പെട്ട ആളുകളും സമൂഹം ജീവിച്ചു പോകേണ്ടി വരുന്നിടത്ത് എങ്ങനെയും ഉണ്ടാതിരിക്കാൻ പറ്റുക?
അപ്പോൾ അത് കളിയാക്കൽ മാത്രമായിട്ടല്ല പുറത്തേക്ക് വരുന്നത്, അത് പല ലാംഗ്വേജിൽ പല ഭാഷയിൽ അത് പുറത്തേക്ക് വരും. അത് വരി തന്നെ വേണമല്ലോ. പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ പരിതപിച്ചിട്ട് കാര്യമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഇത് പറയാനായിട്ടുള്ള സമയമാണ്, ഇത് പറയാനായിട്ടുള്ളതും പ്രവർത്തിക്കാനായിട്ടുള്ള സമയമാണ്. അപ്പോൾ രണ്ടും കൂടി അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അത് പങ്കുവയ്ക്കുക. അപ്പോൾ ഇതൊരു സമരം തന്നെയാണ്.